നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എയിംസിലെ പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതൊക്കെയാണെന്നും അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി കട്ട് ഓഫ് എത്രയാണ് വേണ്ടതെന്നും അതുപോലെ ഓരോ എയിംസിൻ്റെ സ്ഥാപനങ്ങളിൽ ഓരോ കോഴ്സിനും എത്ര സീറ്റുകൾ വീതമാണ് ഉള്ളതെന്നുമാണ് പറയുന്നത്. എയിംസിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും BSc നഴ്സിംഗും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സുകളും ഉണ്ട്. മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലാ സ്ഥാപനങ്ങളിലും ഇല്ല. എയിംസ് ഡൽഹി, ബിബിനാഗർ, ബിലാസ്പൂർ, ഭുവനേശ്വർ, ജോധ്പൂർ, നാഗ്പൂർ, ഋഷികേശ്, റായ്പൂർ തുടങ്ങിയ എയിംസിൻ്റെ 8 സ്ഥാപനങ്ങളിലാണ് BSc ഒപ്റ്റോമെട്രി, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി സയൻസ്, മെഡിക്കൽ ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി, പെർഫ്യൂഷൻ ടെക്നോളജി, എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻ, അനസ്തീഷ്യ ടെക്നോളജി, യൂറോളജി ടെക്നോളജി, സ്ലീപ്പ് ടെക്നോളജി, BISLP, റെസ്പിറേറ്ററി തെറാപ്പി, ന്യൂറോ മോണിറ്ററിംഗ് ടെക്നോളജി, ഓർത്തോപീഡിക്സ് ടെക്നോളജി തുടങ്ങിയ പാരാമെഡിക്കൽ കോഴ്സുകൾ ഉള്ളത്. ഇപ്പോൾ പറഞ്ഞ എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളും ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എയിംസിൻ്റെ 8 സ്ഥാപനങ്ങളിലും ഇല്ല. ചില കോഴ്സുകൾക്ക് സീറ്റുകൾ വളരെ കുറവും ആണ്. ഓരോ കോഴ്സുകളും ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ഉള്ളതെന്നും ഓരോന്നിനും എത്ര സീറ്റുകൾ വീതമാണ് ഉള്ളതെന്നുമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കോളേജും കോഴ്സും സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ച് വേണം കോഴ്സിൻ്റെയും കോളേജിൻ്റെയും ലിസ്റ്റ് തയ്യാറാക്കുവാൻ. BSc റേഡിയോളജി, റേഡിയോ തെറാപ്പി, റേഡിയോ ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. ഒരുപാട് സ്കോപ്പുള്ള ഒരു കോഴ്സാണ് ഇത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടുന്നതിനും സ്വന്തമായി സ്ഥാപനം തുടങ്ങുന്നതിനും ഈ കോഴ്സ് പഠിച്ചാൽ സാധിക്കും. എക്സ്റേ, MRI, USC തുടങ്ങിയവ എല്ലാ കാര്യങ്ങളും ഈ കോഴ്സിൽ ഉൾപ്പെടുന്നതാണ്. എയിംസിലെ പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഏറ്റവും ഡിമാൻഡുള്ളതും സ്കോപ്പുള്ളതുമായ ഒരു കോഴ്സാണ് ഇത്. എയിംസിൽ പഠിച്ചിറങ്ങുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജോലി കിട്ടുന്നതിനും സാധിക്കും. എയിംസ് ഡൽഹി, ജോധ്പൂർ, ബിലാസ്പൂർ, ഭുവനേശ്വർ, ഋഷികേശ്, ബീബി നഗർ, റായ്പൂർ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ഈ കോഴ്സ് ഉള്ളത്. ടോട്ടൽ 75 സീറ്റാണ് ഉള്ളത്. അടുത്തതായിട്ട് കൂടുതൽ ഡിമാൻഡുള്ളതും കൂടുതൽ സീറ്റുള്ളതുമായ ഒരു കോഴ്സാണ് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി. ഈ കോഴ്സ് പഠിച്ചാലും സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങുവാനും ഗവൺമെൻറ് ജോലി കിട്ടുവാനും എളുപ്പമാണ്. ബിലാസ്പൂർ, ഭുവനേശ്വർ, നാഗ്പൂർ, ഋഷികേശ്, ബീബി നഗർ, റായ്പൂർ തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് ഈ കോഴ്സ് ഉള്ളത്. ടോട്ടൽ 62 സീറ്റാണ് ഉള്ളത്. മൂന്നാമതായിട്ട് കൂടുതൽ സ്കോപ്പും കൂടുതൽ സീറ്റുമുള്ള ഒരു കോഴ്സാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. എയിംസ് ഡൽഹി, ജോധ്പൂർ, ബീബി നഗർ, റായ്പൂർ തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് ഈ കോഴ്സ് ഉള്ളത്. ടോട്ടൽ 38 സീറ്റാണ്. BSc ഒപ്റ്റോമെട്രി ഈ കോഴ്സിനാണ് മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത്. എയിംസ് ഡൽഹിയിൽ മാത്രമാണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ടോട്ടൽ 24 സീറ്റാണ്. BSc റേഡിയോളജി, BSc MLT, BSc ഒപ്റ്റോമെട്രി ഈ 3 കോഴ്സുകൾ പഠിച്ചാൽ സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. എയിംസിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജോലി കിട്ടുകയും ചെയ്യും. BSc അനസ്തീഷ്യ ടെക്നോളജി ടോട്ടൽ 19 സീറ്റാണ് ഉള്ളത്. എയിംസ് ഋഷികേശ്, എയിംസ് BB നഗർ ഇവിടെയാണ് ഈ കോഴ്സ് ഉള്ളത്. BISLP ഇതിന് വളരെ കുറഞ്ഞ സീറ്റാണ് ഉള്ളത്. 4 സീറ്റ് മാത്രമാണ് ഉള്ളത്. എയിംസ് റായ്പൂരിലാണ് ഈ കോഴ്സ് ഉള്ളത്. ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ്, ഡെന്റൽ ഹൈജീൻ ഈ 2 കോഴ്സുകൾക്കും എയിംസ് ഡൽഹിയിൽ മാത്രമാണ് സീറ്റ് ഉള്ളത്. ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റിന് 2 സീറ്റും ഡെന്റൽ ഹൈജീനിന് 4 സീറ്റുമാണ് ഉള്ളത്. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ടോട്ടൽ 38 സീറ്റാണ് ഉള്ളത്. എയിംസ് ഡൽഹി, എയിംസ് BB നഗർ, ജോധ്പൂർ, റായ്പൂർ ഇവിടെയാണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. BSc യൂറോളജി ടെക്നോളജി, BSc സ്ലീപ്പ് ടെക്നോളജി, റെസ്പിറേറ്ററി തെറാപ്പി ടെക്നോളജി ഈ 3 കോഴ്സുകളും എയിംസ് ഋഷികേശിൽ മാത്രമാണ് ഉള്ളത്. യൂറോളജിക്ക് 1 സീറ്റും സ്ലീപ്പ് ടെക്നോളജിക്ക് 2 സീറ്റും റെസ്പിറേറ്ററി തെറാപ്പി ടെക്നോളജിക്ക് 4 സീറ്റുമാണ് ഉള്ളത്. BSc പെർഫ്യൂഷൻ ടെക്നോളജി എയിംസ് ഭുവനേശ്വറിലും ജോധ്പൂരിലും ഉണ്ട്. ഭുവനേശ്വറിൽ 2 സീറ്റും ജോധ്പൂരിൽ 4 സീറ്റുമാണ് ഉള്ളത്. BSc ഡയാലിസിസ് ടെക്നോളജി ബിലാസ്പൂരിലാണ് ഉള്ളത്. 5 സീറ്റ് അവൈലബിൾ ആയിട്ട് ഉണ്ട്. BSc MLT, BSc റേഡിയോളജി, BSc റേഡിയോഗ്രാഫി, BSc റേഡിയോ തെറാപ്പി, BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BSc അനസ്തീഷ്യ ടെക്നോളജി ഈ കോഴ്സുകൾ ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡും അതുപോലെ സീറ്റ് കൂടുതലും ഉള്ളത്. BSc എമർജൻസി മെഡിസിൻ ടെക്നോളജിക്ക് എയിംസ് നാഗ്പൂരിൽ 11 സീറ്റ് ഉണ്ട്.
ബേസിക് രജിസ്ട്രേഷന്റെ ശേഷം കോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളതും അതുപോലെ ഏറ്റവും ഡിമാൻഡ് ഉള്ളതുമായ കോഴ്സുകൾ സെലക്ട് ചെയ്ത് പ്രയോറിറ്റി അനുസരിച്ച് വേണം ലിസ്റ്റ് തയ്യാറാക്കുവാൻ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളാണ് എൻട്രൻസ് എക്സാമിന് ഉണ്ടാവുക. ടോട്ടൽ 90 മാർക്കിന്റെ 90 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് 1 മാർക്ക്, 1/3 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ജനറൽ EWS വിഭാഗത്തിന് 50%, OBC വിഭാഗത്തിന് 45%, SC/ST വിഭാഗത്തിന് 40% ക്വാളിഫിക്കേഷൻ മാർക്ക് ഉണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷൻ മാർക്ക് ഉണ്ടായാൽ മാത്രമേ കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള അടുത്ത രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കൗൺസിലിങ്ങിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് ഉയർന്ന റാങ്ക് ഉള്ളവർക്കാണ് റാങ്കിന്റെയും റിസർവേഷന്റെയും അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ഓരോ കോഴ്സിന്റെയും കാലാവധിയും ഇന്റേൺഷിപ്പിന്റെ സമയവുമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ജനറൽ വിഭാഗത്തിന് 75 മാർക്ക്, EWS വിഭാഗങ്ങൾക്ക് 70 മാർക്ക്, OBC വിഭാഗത്തിന് 72 മാർക്ക്, SC വിഭാഗത്തിന് 65, ST വിഭാഗത്തിന് 60 മാർക്കും ഉണ്ട് എങ്കിൽ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. എയിംസിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സുകൾ ഉണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾ 8 സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഉള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.